ഒരു ഡിബേറ്റ് ടാസ്ക് നടക്കുന്നുണ്ട്. പ്രസ് മീറ്റ് എന്ന് പറയുന്ന ഒരു ടാസ്ക്. Q&A സെക്ഷനാണ്. ഈ പവർ ടീമിലുള്ള ആൾക്കാർ നല്ല സെറ്റപ്പായിട്ടിരിക്കും, ഇങ്ങനെ മൈക്കൊക്കെ വെച്ചിട്ട് ഓരോ ടീം പോയിട്ട് ക്വസ്റ്റ്യനും പിന്നെ അവർ ചോദിക്കുന്ന ക്വസ്റ്റ്യനെ ആൻസർ ചെയ്യും, എല്ലാം ചെയ്യും. ഓക്കെ, അപ്പോൾ ഓരോ ക്വസ്റ്റ്യൻസൊക്കെ ചോദിക്കുന്ന സമയത്ത് രണ്ടാമത് കയറിയത്, അതായത് ആദ്യത്തെ ടീം ഏതാ ടീമിൻ്റെ പേര് ഞാൻ ഓർക്കുന്നില്ല, ശരണ്യൊക്കെ ഉള്ള ടീമായിരുന്നു. അതൊന്നും ഒരു കാര്യമില്ല. അതിൽ ശരിക്കും പറഞ്ഞാൽ രണ്ടുപേരും സ്കോർ ചെയ്തിട്ടില്ല എന്ന് വേണം പറയാൻ. അതൊരു ഫെയിലിയർ ആയിരുന്നു. രണ്ടാമത് കയറിയത് എൻ്റെ മോനെ ലെവൽ സാധനമായിരുന്നു. നെക്സ്റ്റ് ടീം അടിപൊളിയായിട്ട്, അതിൽ പ്രത്യേകിച്ച് പറയേണ്ടത് സിബിനാണ്. DJ സിബിൻ. എല്ലാവരും പുഴുങ്ങിയുണ്ട്. അതിലെല്ലാവരും നല്ല രീതിക്ക് പോയിൻ്റൊക്കെ പറഞ്ഞ് സംസാരിച്ചു. അൻസിബയൊക്കെ ശരിക്കും സ്കോർ ചെയ്തു അതിൽ. പിന്നെ അപ്സരയൊക്കെ ചെറുതായിട്ട് നെഗറ്റീവ് ആവാൻ തുടങ്ങിയിട്ടുണ്ട്. ഇന്ന് തൊട്ട് അപ്സര ഇത്തിരി നെഗറ്റീവിലാണ് പോകുന്നത്. കുറേ പേര് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. ഒടുവ് ജാസ്മിൻ മാസ് കാണിക്കുന്നതിന് വേണ്ടി, അതായത് ഈ സിബിനെയും ശ്രീരേഖയും തമ്മിൽ തെറ്റിക്കുന്നതിന് വേണ്ടി ഒരു വലിയ ചോദ്യം കൂടി ചോദിച്ചു. സെക്കൻഡ് വീക്കിൽ പവർ ടീമിൽ കയറിയതിൻ്റെ ഒരു സംഭവം. ജാസ്മിൻ വളരെ ആർഗ്യുമെൻ്റൊക്കെ ചെയ്ത് സ്വയം വിലയിരുത്തിയിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ അടിസ്ഥാനത്തിൽ ഇപ്പോൾ സിജോയും ജാസ്മിനും പിന്നെ മുടിയനൊക്കെ കൂടി ഒരു സംഭവം ഉണ്ടായിരുന്നു. പവർ ടീമിൽ കയറാൻ ആർക്കാണ് അർഹത എന്നുള്ള രീതിയിൽ സ്വയം പ്രസ്താവിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ള കാര്യം. ആ ഒരു സംഭവത്തിൽ പവർ ടീം ഉള്ളിൽ പോയിട്ട് ഇവർ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ശ്രീരേഖ എന്ന് പറയുന്നവർ സിജോയിനെ ആക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ന്യായമായിട്ടുള്ള അവരുടേതായിട്ടുള്ളൊരു ചിന്ത പറഞ്ഞു, അവരുടേതായ അഭിപ്രായം പറഞ്ഞു. പിന്നെ മെജോറിറ്റി ജാസ്മിൻ ആയതുകൊണ്ട് ശ്രീരേഖ ജാസ്മിൻ്റെ പേര് പറയേണ്ടി വന്നു അവിടെ. ജാസ്മിൻ അങ്ങനെ പവർ ടീമിലേക്ക് കയറിയിട്ടുണ്ടായിരുന്നു. ആ ഒരു സംഭവത്തിനെ ഒരു വലിയ പാരഗ്രാഫ് ജാസ്മിൻ പറയാണ്. എന്നിട്ടൊടുവ് സിബിനോട് ഈ ശ്രീരേഖ ചേച്ചി ചെയ്തത് ശരിയാണോ തെറ്റാണോ, യെസ് ഓർ നോ. അപ്പോൾ സിബിൻ ഒരു ഉത്തരവാണ് പറഞ്ഞത്. യെസ് ഓർ നോ പറയാൻ പറ്റില്ല. ഇത്രയും വലിയൊരു കടൽ പോലൊരു ചോദ്യം ചോദിച്ചിട്ട് അതിനെ യെസ് ഓർ നോ ആണ് പ്രതീക്ഷിക്കുന്നതെന്ന് വെച്ചാൽ അതെൻ്റെ നിന്ന് കിട്ടില്ല. നോ എന്ന് പറഞ്ഞതിന് ശേഷം അതിന് എക്സ്പ്ലനേഷൻ പറയുന്നതായിരിക്കും. അത് കേൾക്കാൻ തയ്യാറാണെങ്കിൽ മാത്രമേ ആൻസർ ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞു. ജാസ്മിൻ വലിയ കാര്യത്തിൽ അതൊന്നും പറ്റില്ല, ഞാൻ മോഡറേറ്ററാണ്, ഞാൻ ചോദ്യം ചോദിച്ചാൽ എനിക്ക് ഏത് രീതിയിലുള്ള ആൻസർ വേണം, വൺ വേർഡ് ആയിട്ട് വേണോ അതോ ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വേണോ, എന്ത് വേണോ എന്നുള്ളത് ഞാൻ തീരുമാനിക്കും എന്നൊക്കെ ഉള്ള രീതിയിൽ ജാസ്മിൻ കുറേ മാസ് ഇറക്കാൻ നോക്കി. ചൂളിപ്പോയി. മെഴുകുക എന്ന് പറഞ്ഞാൽ ശരിക്കും സിബിൻ തന്നെ പറഞ്ഞു അവളെ അവിടെ കിടന്ന് മെഴുകട്ടെ എന്ന് പറഞ്ഞു. ഈ ഒരു ചോദ്യം സിബിൻ ആൻസറും ചെയ്തില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ എസ് ഓർണോ ആണെങ്കിൽ എൻ്റെ നിന്ന് ആൻസർ കിട്ടില്ല എന്ന് പറഞ്ഞാൽ മാസമായിട്ടുള്ളൊരു സാധനം. സിബിൻ ജാസ്മിനോട് മാത്രമല്ല, ഇതായിരുന്നു അതിൻ്റെ ഹൈലൈറ്റ്. ജാസ്മിൻ ശരിക്കും എറിഞ്ഞ് വെറുതെ വടി കൊടുത്ത് അടി വാങ്ങുക എന്നുള്ള രീതിയിലാണ് ചെയ്തത്. ശ്രീരേഖയും സിബിനെയും തെറ്റിക്കാൻ നോക്കിയിട്ട് സ്വയം ഇരുന്ന് പുഴുങ്ങി. അതാണ് ഉണ്ടായത്. എന്തായാലും അടുത്ത സായിബ്രോയിൻ്റെയാണ്. എന്തായാലും നമുക്ക് നോക്കാം എന്തായിരിക്കും സംഭവം ഒന്നും നമുക്ക് പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. അവർ വന്ന് എന്തായാലും ഈ ഒരു ടാസ്ക് അറ്റൻഡ് ചെയ്യട്ടെ, അപ്പോൾ നമുക്ക് മനസ്സിലാവും. എന്തായാലും ടീം നെക്സ്റ്റ് പൊളിച്ചു, ഇത്രേ പറയാനുള്ളൂ. ആദ്യമായിട്ട് വീഡിയോ കാണുന്നതെന്ന് വെച്ചാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് സെക്ഷനിൽ അറിയിക്കുക. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.